ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ +1 കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ദ IUPAC നെയിം ഓഫ് ദ എലമെൻറ്റ് with atomic number 117. അറ്റോമിക് നമ്പർ 117 ആണെങ്കിൽ അതിൻ്റെ IUPAC നെയിം എന്താണ്? ആൻസറിലേക്ക് നോക്കൂ. അൺസെപ്റ്റിയം. നമുക്കറിയാം, ഒന്നിന് പകരം അൺ എന്നുപയോഗിക്കും. വീണ്ടും സെവനിന് പകരം സെപ്റ്റ്. അവസാനം നമ്മൾ IUM അവസാനിപ്പിക്കും. സോ അറ്റോമിക് നമ്പർ 117, IUPAC നെയിം അൺസെപ്റ്റിയം. ഒന്നിലെ ബി ക്വസ്റ്റ്യൻ, ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സ് ഇൻ എ ഗിവൺ ഗ്രൂപ്പ് ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഗിവ് റീസൺ. മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഒരേ ഗ്രൂപ്പിലുള്ള എലമെൻറ്റുകൾക്കെല്ലാം ഒരേ കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. എന്തുകൊണ്ട്? ആൻസറിലേക്ക് വരാം. എലമെൻറ്റ്സ് ഇൻ എ ഗിവൺ ഗ്രൂപ്പ് ഹാവ് സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഒരേ ഗ്രൂപ്പിലുള്ള എലമെൻറ്റുകളുടെ എല്ലാം ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണം, അതായത് വാലൻസ് ഇലക്ട്രോൺ, ഏറ്റവും പുറത്തുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. സോ ദേ ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടികളും സിമിലർ ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയുടെ റീസൺ എഴുതുക. അതിൽ എ, ദ അയോണിക് റേഡിയസ് ഓഫ് ഫ്ലോറൈഡ് അയോൺ ഈസ് 136 പൈക്കോമീറ്റർ വൈൽ ദ അറ്റോമിക് റേഡിയസ് ഓഫ് ഫ്ലോറിൻ ഈസ് ഓൺലി 64 പൈക്കോമീറ്റർ. അതായത് ഫ്ലോറിൻ്റെ അറ്റോമിക് റേഡിയസ് 64 പൈക്കോമീറ്ററാണ്. ഫ്ലോറൈഡിൻ്റെ അയോണിക് റേഡിയസ് 136 പൈക്കോമീറ്ററാണ്. എന്തുകൊണ്ട്? ശ്രദ്ധിക്കുക, ആദ്യം പറയുന്നത് ഫ്ലോറിൻ ആറ്റമാണ്. F- എന്ന് പറയുമ്പോൾ അത് അയോണാണ്. മൈനസ് ചാർജ് ഉള്ളത് കൊണ്ട് ആനയോണാണ്. അതായത് ആറ്റത്തിൻ്റെ റേഡിയസിനേക്കാളും ആനയോണിൻ്റെ റേഡിയസ് വലുതാവുന്നു. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് നോക്കൂ. ദിസ് ഈസ് ഡ്യൂ ടു ഗ്രേറ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ആൻഡ് ലെസ്സർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻ F-. എന്തുകൊണ്ടാണ്? ആനയോൺ ഉണ്ടാകുമ്പോൾ അവിടെ ഗ്രേറ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ, അതായത് ആറ്റമായിരുന്നപ്പോൾ ഉള്ള ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും ആനയോണാകുമ്പോൾ ഒരു ഇലക്ട്രോണെ ഗെയിൻ ചെയ്തു. അപ്പോൾ വന്ന ഇലക്ട്രോൺ, അതായത് ഇൻകമ്മിങ് ഇലക്ട്രോണും അവിടെ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ഇലക്ട്രോണുകളും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ദിസ് ഈസ് ഡ്യൂ ടു ഗ്രേറ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ആൻഡ് ലെസ്സർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻ F-. ആനയോണിൻ്റെ കേസിൽ ന്യൂക്ലിയർ ചാർജ് കുറയുന്നു. അവ ന്യൂക്ലിയർ ചാർജ് കുറയുക, ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുക. അതുകൊണ്ടാണ് ആനയോണിൻ്റെ സൈസ് ആറ്റത്തിൻ്റെ സൈസിനേക്കാളും വലുതാവുന്നത്. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ഒരെലമെൻറ്റിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയേക്കാളും, അതായത് ഫസ്റ്റ് അയണൈസേഷൻ എനർജിയേക്കാളും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. എന്തുകൊണ്ട്? രണ്ടാമത്തേൽ ബി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമുക്ക് എൻ്റെ ആൻസറിലേക്ക് വരാം. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൾട്ട് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ദാൻ ഫ്രം എ ന്യൂട്രൽ ആറ്റം. അതായത് ഒരു ന്യൂട്രൽ ആറ്റത്തെക്കാളും പോസിറ്റീവ് ചാർജുള്ള അയോണിൽ നിന്നും ഇലക്ട്രോണിനെ നീക്കം ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാവാനുള്ള കാരണം. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നതോട് അതിനെയാണ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം.
അപ്പോൾ ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതേസമയം ഒരു അയോണിൽ നിന്ന്, കാറ്റയോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. സോ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് എൻ എലമെൻറ്റ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തത് 2019 ജൂലൈ മാസത്തിലെ ക്വസ്റ്റ്യനാണ്. ജൂലൈ എന്ന് പറയുമ്പോൾ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടോട്ടൽ അവിടെ നിന്ന് 4 മാർക്കാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ മാർച്ച് 2019 ക്വസ്റ്റ്യനിലേക്ക് വരാം. തേർഡ് ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഹാസ് ദ മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. ക്ലോറിനാണ് മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ നീതീകരിക്കുക. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആയിട്ടുള്ളത് ക്ലോറിനാണ്. എന്തുകൊണ്ട്? ആൻസറിലേക്ക് നോക്കൂ. ദിസ് ഈസ് ബിക്കോസ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ഫ്ലോറിൻ, ഒരു ഇലക്ട്രോൺ ഫ്ലോറിനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ സ്മോളർ സെക്കൻഡ് ഷെൽ. ഇപ്പോൾ നമുക്കറിയാം ഫ്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 9. സോ കോൺഫിഗറേഷൻ 1s2 2s2 2p5. അപ്പോൾ ഫ്ലോറിൻ ഒരു ഇലക്ട്രോണ് ഫ്ലോറിനിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഇലക്ട്രോൺ എവിടേക്കാ വരിക? 2p ഓർബിറ്റലിലേക്കാണ് വരിക, അതായത് സെക്കൻഡ് ഷെല്ലിലേക്ക് വരും. ഡ്യൂ ടു ദ സ്മോളർ സൈസ് ദ ഇലക്ട്രോൺ സഫേഴ്സ് മോർ റിപ്പൾഷൻ ഫ്രം ദ അതർ ഇലക്ട്രോൺ. ഫ്ലോറിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ നിലവിലുള്ള ഇലക്ട്രോണിൽ നിന്നും ഇൻകമ്മിങ് ഇലക്ട്രോണിന് കൂടുതൽ റിപ്പൾഷൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ബട്ട് ഫോർ ക്ലോറിൻ്റെ കേസ് എടുക്കുമ്പോൾ ദ ഇൻകമ്മിങ് ഇലക്ട്രോൺ ഗോസ് ടു ദ ലാർജർ തേർഡ് ഷെൽ. പുതിയ ഇലക്ട്രോൺ എവിടേക്കാണ് വരുന്നത്? മൂന്നാമത്തെ ഷെല്ലിലേക്കാണ്. മൂന്നാമത്തെ ഷെല്ല് ഡി ഓർബിറ്റൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ലാർജ് ഷെല്ലാണ്. സോ ദ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഈസ് ലോ ആൻഡ് ഹെൻസ് ക്ലോറിൻ ആഡ്സ് ഇലക്ട്രോൺ മോർ ഈസിലി ദാൻ ഫ്ലോറിൻ. തേർഡ് ഷെല്ല് വലുതായതുകൊണ്ട് അവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് ഫ്ലോറിനേക്കാളും എളുപ്പത്തിൽ ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ പറ്റിയ ക്ലോറിനിലേക്കാണ്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ഓഫ് അലുമിനിയം, അറ്റോമിക് നമ്പർ 13, ആൻഡ് സൾഫർ, അറ്റോമിക് നമ്പർ 16. ബ്രാക്കറ്റിൽ Z എന്നുള്ളത് അറ്റോമിക് നമ്പറിനെയാണ് സൂചിപ്പിക്കുക. ഇൻ ദ പീരിയോഡിക് ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ predict the formula of the compound formed between the. മാർച്ച് 2019 ഒരു ക്വസ്റ്റ്യൻ ആണ്. അലുമിനിയം അറ്റോമിക് നമ്പർ 13, സൾഫർ അറ്റോമിക് നമ്പർ 16. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എന്നിട്ട് അലുമിനിയവും സൾഫറും കൂടി ചേർന്നാലുള്ള കോമ്പൗണ്ട് എഴുതണം. നോക്കൂ, അലുമിനിയം അറ്റോമിക് നമ്പർ 13. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയോൺ 3s2 3p1. നിയോൺ എന്നുള്ളത് അറ്റോമിക് നമ്പർ 10. അത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ 3s2 3p1. അവിടെ നമ്മൾ അവസാനത്തെ ഷെല്ല് മൂന്നാമത്തെ ഷെല്ലാണ്. അതുകൊണ്ട് പീരിയഡ് നമ്പർ 3. ലാസ്റ്റ് ഷെല്ലിൻ്റെ നമ്പറാണ് പീരിയഡ് ആയിട്ട് എടുക്കുക. സോ പീരിയഡ് നമ്പർ 3. ഗ്രൂപ്പ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ് ഷെല്ലിലാണെങ്കിൽ ഗ്രൂപ്പ് കിട്ടാൻ പിയിലെ ഇലക്ട്രോണിനോട് കൂടെ 12 ആഡ് ചെയ്യണം. ആ പിയിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ആണുള്ളത്, അതിനോടുകൂടെ 12 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 13. സോ അലുമിനിയം പീരിയഡ് 3 ഗ്രൂപ്പ് 13. സൾഫർ അറ്റോമിക് നമ്പർ 16, കോൺഫിഗറേഷൻ നിയോൺ 3s2 3p4. ലാസ്റ്റ് ഇലക്ട്രോൺ പോയത് മൂന്നാമത്തെ ഷെല്ലിലേക്കാണ്. സോ പീരിയഡ് 3 ഗ്രൂപ്പ് എത്ര ആയിരിക്കും? പിയിൽ 4 ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ 4 + 12, അപ്പോൾ ഗ്രൂപ്പ് 16. ആ സൾഫർ മൂന്നാമത്തെ പീരിയഡിൽ 16ാമത്തെ ഗ്രൂപ്പിലാണ്. പിന്നെ അലുമിനിയവും സൾഫറും കൂടി ചേർന്നാലുള്ള കോമ്പൗണ്ട് ഏതായിരിക്കും? ശ്രദ്ധിക്കുക, അലുമിനിയത്തിൻ്റെ വാലൻസി സംയോജകത 3 എന്നാണ് കിട്ടുക.
അപ്പോൾ അലുമിനിയത്തിൻ്റെ വാലൻസി സൾഫറിൻ്റെ താഴെ എഴുതും. സൾഫറിൻ്റെ വാലൻസി 2 കിട്ടും, അത് അലുമിനിയത്തിൻ്റെ താഴെ എഴുതും. സോ ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബിറ്റ്വീൻ അലുമിനിയം ആൻഡ് സൾഫർ ഈസ് Al2S3. Al2S3. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എമംഗ് N3 മൈനസ് O2 മൈനസ് F മൈനസ് Na പ്ലസ് ആൻഡ് Al3 പ്ലസ് വിച്ച് വൺ ഹാസ് ദ സ്മോളസ്റ്റ് സൈസ്? ശ്രദ്ധിക്കുക, ഈ തന്നിരിക്കുന്നവരെല്ലാം ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ അവരെ വിളിക്കുന്ന പേര് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാണ് വിളിക്കുക. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ ഏറ്റവും സൈസ് ചെറുതാവുക പോസിറ്റീവ് ചാർജ് കൂടുതലുള്ളതിനാണ്, സൈസ് വലുതാവുക നെഗറ്റീവ് ചാർജ് കൂടുതലുള്ളതിനാണ്. അപ്പോൾ ഇവിടെ സ്മോളസ്റ്റ് സൈസ് ഏതായിരിക്കും? Al3 പ്ലസ്. Al3 പ്ലസ്. ലാർജസ്റ്റ് സൈസ് ചോദിച്ചാലോ ആൻസർ എന്തായിരിക്കും? N3 മൈനസ്. സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്മോളസ്റ്റ് സൈസാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ Al3 പ്ലസ്. സിക്സ്ത് ക്വസ്റ്റ്യൻ ഓഗസ്റ്റ് 2018 ക്വസ്റ്റ്യൻ ആണ്. ഗിവ് റീസൺ ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയുടെ കാരണം വ്യക്തമാക്കുക. ഓക്സിജൻ ഹാസ് ലോവർ അയണൈസേഷൻ എൻതാൽപ്പി ദാൻ നൈട്രജൻ ആൻഡ് ഫ്ലോറിൻ. ഓക്സിജന് നൈട്രജനേക്കാളും ഫ്ലോറിനേക്കാളും അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. എന്തുകൊണ്ട്? ആൻസറിലേക്ക് വരൂ. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ ഈസ് 1s2 2s2 2p4. അറ്റോമിക് നമ്പർ 8 ആയതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s2 2p4. നോക്കൂ, പി ഓർബിറ്റലിൽ മാക്സിമം 6 ഇലക്ട്രോൺ ആണ് കൊള്ളുക. ആ 6 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് ഫുൾ ഫിൽഡ് സ്റ്റേബിൾ ആണ്. അതിൻ്റെ നേർപകുതി 3 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ ആണ്. ഇവിടെ പിയിൽ എത്രയാണ്? 4 ഇലക്ട്രോൺ ഉള്ളത്. ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി 1 ഇലക്ട്രോണ് വേഗത്തിൽ വിട്ടുകൊടുക്കാനും പി ഓർബിറ്റൽ റെഡിയാവും. ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺ, 1 ഇലക്ട്രോൺ നീക്കം ചെയ്തതിന് ശേഷം ഓക്സിജൻ ഗെറ്റ്സ് സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. ഓക്സിജൻ എന്ത് കിട്ടുന്നു? സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ കിട്ടുന്നു, അർദ്ധ സ്ഥിരത കൈവരിക്കുന്നു. സോ ഇറ്റ് ഹാസ് ലോവർ അയണൈസേഷൻ എൻതാൽപ്പി. അതുകൊണ്ട് ഓക്സിജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ചെറുതായിരിക്കും. സോ ഇറ്റ് ഹാസ് ലോവർ അയണൈസേഷൻ എൻതാൽപ്പി. ദെൻ ആറാമത്തേലെ ബി ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഹാസ് ഹയർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലോറിൻ. ക്ലോറിൻ എന്തുകൊണ്ടാണ് ഫ്ലോറിനേക്കാളും മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളത്? നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡ്യൂ ടു ലാർജർ സൈസ് ആൻഡ് ലെസ് ഇലക്ട്രോൺ റിപ്പൾഷൻ ഇൻ ക്ലോറിൻ. ക്ലോറിനിൽ ലാർജർ സൈസ് ആൻഡ് ലെസ് ഇലക്ട്രോൺ റിപ്പൾഷൻ. അതുകൊണ്ടാണ് ക്ലോറിന് ഫ്ലോറിനേക്കാളും മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്നത്. ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ അസിഡിക് ഓക്സൈഡ് എമംഗ് ദ ഫോളോയിങ്? താഴെ തന്നിരിക്കുന്നവയിൽ അസിഡിക് ഓക്സൈഡ് ഏതാണ്? എ Cl2O7, ബി Na2O, സി Al2O3, ഡി CO. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെറ്റലിൻ്റെ ഓക്സൈഡുകൾ ബേസിക് സ്വഭാവം കാണിക്കും. സോഡിയം മെറ്റലാണ്, അലുമിനിയം മെറ്റലാണ്. അപ്പോൾ സോഡിയം ഓക്സൈഡും അലുമിനിയം ട്രൈ ഓക്സൈഡും ബേസിക് ക്യാരക്ടറാണ് കാണിക്കുക. പിന്നെ ഡി ഓപ്ഷനുള്ള CO, കാർബൺ മോണോക്സൈഡ് എന്നുള്ളത് ഒരു ന്യൂട്രൽ കോമ്പൗണ്ടാണ്. കാർബൺ മോണോക്സൈഡ് ഈസ് എ ന്യൂട്രൽ. അപ്പോൾ പിന്നെ അസിഡിക് സ്വഭാവം അവിടെ ആരാ കാണിക്കുക? നോൺ മെറ്റലിൻ്റെ ഓക്സൈഡായ Cl2O7 അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ജസ്റ്റിഫൈ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയെ നീതീകരിക്കുക. നിയോൺ ഹാസ് പോസിറ്റീവ് വാല്യൂ ഫോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നിയോണിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ പോസിറ്റീവാണ്. എന്തുകൊണ്ട്? ആൻസറിലേക്ക് നോക്കൂ. നിയോൺ നോബിൾ ഗ്യാസ് ആണ്. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6. അപ്പോൾ ഡ്യൂ ടു സ്റ്റേബിൾ ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ ഓഫ് നിയോൺ,
നിയോണിൻ്റെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ കൊണ്ടാണ് നിയോൺ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്നത്. എട്ടാമത്തേൽ ബി ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലോറിൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. ഫ്ലോറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിനേക്കാളും കുറവാണ്. എന്തുകൊണ്ട്? എട്ടിലെ ബിയിലെ ആൻസർ നോക്കൂ. ഡ്യൂ ടു സ്മോൾ സൈസ് ആൻഡ് ഗ്രേറ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഇൻ ഫ്ലോറിൻ. ഫ്ലോറിൻ്റെ സൈസ് വളരെ ചെറുതാണ്, അതുകൊണ്ട് ഇലക്ട്രോൺ റിപ്പൾഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലോറിൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. എയ്ത്തിൽ സി ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് Al3+ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ഫ്ലോറിൻ. Al3+ൻ്റെ സൈസ് ഫ്ലോറിൻ്റെ സൈസിനേക്കാളും ചെറുതാണ്. എന്തുകൊണ്ടാണ്? Al3+ എന്ന് പറഞ്ഞാൽ കാറ്റയോൺ അല്ലേ. അപ്പോൾ ഡ്യൂ ടു ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻ Al3+. Al3+ലെ ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലായിരിക്കും. ഡ്യൂ ടു ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻ Al3+. ഓക്കെ. ദെൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. ജൂലൈ 2017 ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയുടെ കാരണം വ്യക്തമാക്കുക. ഫസ്റ്റ് വൺ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ട്രാൻസിഷൻ എലമെൻറ്റുകൾ ഡി ബ്ലോക്ക് എലമെൻറ്റുകളാണ്. എന്തുകൊണ്ട്? ആൻസറിലേക്ക് നോക്കൂ. ബിക്കോസ് ഇൻ ട്രാൻസിഷൻ എലമെൻറ്റുകളിൽ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ. ട്രാൻസിഷൻ എലമെൻറ്റുകളിൽ ലാസ്റ്റ് ഇലക്ട്രോൺ പോണത് ഡി സബ്ഷെല്ലിലേക്കാണ്. അതുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റുകൾ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണെന്ന് പറയപ്പെടുന്നത്. 9 എയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഹാസ് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ക്ലോറിൻ എന്തുകൊണ്ട് ഫ്ലോറിനേക്കാളും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുന്നു? ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താ ആൻസർ ചെയ്യുക? ക്ലോറിൻ്റെ കേസിൽ സൈസ് വളരെ കൂടുതലാണ്, ഇലക്ട്രോൺ റിപ്പൾഷൻ വളരെ കുറവായിരിക്കും. 9 ബി ക്വസ്റ്റ്യൻ, സെലക്ട് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ സെലക്ട് ചെയ്യുക. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് അയോൺ ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുക. നോക്കൂ, O- എത്ര ഇലക്ട്രോണാണ്? ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8. അപ്പോൾ O- എന്ന് പറയുമ്പോൾ 9 ഇലക്ട്രോൺ. F- ഫ്ലോറിൻ അറ്റോമിക് നമ്പർ 9. സോ F- എന്ന് പറയുമ്പോൾ 10 ഇലക്ട്രോൺ. Na+, സോഡിയം അറ്റോമിക് നമ്പർ 11. Na+ എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ കുറഞ്ഞ് 10 ഇലക്ട്രോൺ. Mg+, മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. Mg+ എന്ന് പറയുമ്പോഴോ 1 ഇലക്ട്രോൺ കുറഞ്ഞ് 11 ഇലക്ട്രോൺ. അപ്പോൾ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ കാണിക്കുന്നത് ഇവിടെ ആരാണ്? F- ആൻഡ് Na+. F- ഉം Na+ ഉം 10 ഇലക്ട്രോൺ ആണ്. ആ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയപ്പെടാം. 10ാമത്തെ ക്വസ്റ്റ്യൻ മാർച്ച് 2017 ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തേൽ എ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ആൻസർ നോക്കാം. ഇറ്റ് ഈസ് ദ ഹീറ്റ് ചേഞ്ച് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഒരാറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ നിന്നും റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇറ്റ് ഈസ് ദ ഹീറ്റ് ചേഞ്ച് ഓർ എൻതാൽപ്പി ചേഞ്ച്. എപ്പോൾ? വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഒരാറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ആ ആറ്റം റിലീസ് ചെയ്യുന്ന എനർജിയുടെ എമൗണ്ടിനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയാം. 10 ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ
ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകൾ ഏതൊക്കെയാണ്? നോക്കൂ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിപ്പെൻഡ്സ് ഓൺ അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ്, ഷീൽഡിംഗ് എഫക്റ്റ് എക്സെട്ര. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകളാണ് അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ്, ഷീൽഡിംഗ് എഫക്റ്റ് എക്സെട്ര. C question, write the oxidation state and covalency of aluminum in AlF6 3-. ശ്രദ്ധിക്കുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 നമുക്ക് എങ്ങനെ കിട്ടുക? അലുമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് നമ്മൾ കാണേണ്ടത്. അതിന് X എന്ന് കൊടുക്കുക. X പ്ലസ് ഫ്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. കാരണം ഫ്ലോറിൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റാണ്. അപ്പോൾ -1 ഇൻറ്റു നമ്പർ ഓഫ് ഫ്ലോറിൻ 6 ഈക്വൽ ടു -3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടും? +3 എന്ന് കിട്ടും. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അലുമിനിയം +3. കോവാലൻസി എന്ന് പറയുമ്പോൾ ഒരാറ്റത്തിൻ്റെ കൂടെയുള്ള എലമെൻറ്റിൻ്റെ എണ്ണത്തെയാണ് കോവാലൻസി എന്ന് പറയാം. അപ്പോൾ അലുമിനിയത്തിൻ്റെ കൂടെ എത്ര ഫ്ലോറിൻ ഉണ്ട്? 6 ഫ്ലോറിൻ. സോ കോവാലൻസി ഈസ് 6. അടുത്ത ക്വസ്റ്റ്യൻ സെപ്റ്റംബർ 2016 ഇൻ ദ പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 blocks. എക്സ്പ്ലെയിൻ എനി 2 blocks. പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റുകളെ 4 ബ്ലോക്കുകളായിട്ട് തിരിക്കുന്നുണ്ട്. ഏതെങ്കിലും 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക. ഏതൊക്കെയാണ് 4 ബ്ലോക്കുകൾ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. അപ്പോൾ നമുക്ക് 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻസറിലേക്ക് നോക്കൂ. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ദീസ് ആർ എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദ ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെൽ. ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലേക്ക് പോകുന്ന എലമെൻറ്റുകളെയാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുക. ദ ഇൻക്ലൂഡ് എലമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ്സ് 1 and 2. എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകളാണ്. ദയർ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS1 or NS2. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആണെങ്കിൽ അവരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ NS2. അപ്പോൾ നമുക്ക് എസ് ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ട് NS1 to 2 എന്ന് പറയാം. P block elements. These are elements in which the last electron enters in the outermost P subshell. ലാസ്റ്റ് ഇലക്ട്രോൺ P സബ്ഷെല്ലിലേക്ക് പോകുന്ന എലമെൻറ്റുകളെയാണ് P block elements എന്ന് വിളിക്കുക. They include elements of the group 13 to 18. പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ് P block elements. Their general electronic configuration is NS2 NP1 to 6. P block എലമെൻറ്റിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? NS2 NP1 to 6. ദെൻ 11 ബി ക്വസ്റ്റ്യൻ, അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയുടെ കാരണങ്ങൾ എഴുതുക. അതിൽ ഫസ്റ്റ് വൺ, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് കാർബൺ. ബോറോണിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാർബണിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പിയേക്കാളും കുറവാണ്. എന്തുകൊണ്ട്? അപ്പോൾ നമുക്കറിയാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടുകയാണ് ചെയ്യാം. അപ്പോൾ ബോറോണിനേക്കാളും എന്ത് ചെയ്യണം? ബോറോണിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ് ദാറ്റ് ഓഫ് കാർബൺ. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5, കോൺഫിഗറേഷൻ 1s2 2s2 2p1. ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോറോൺ ഗെറ്റ്സ് ദ സ്റ്റേബിൾ ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബോറോൺ എന്ത് കിട്ടും? സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥിരത കൈവരിച്ച കോൺഫിഗറേഷൻ കിട്ടും. സോ ഇറ്റ്സ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ലോ. അതുകൊണ്ട് ബോറോണിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ചെറുതാണ്. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് ഡിഫേഴ്സ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് സെയിം ഗ്രൂപ്പ്. ഏതൊരു ഗ്രൂപ്പിലെയും ഒന്നാമത്തെ എലമെൻറ്റ്
ബാക്കിയുള്ള എലമെൻറ്റിൽ നിന്നും ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നു. എന്തുകൊണ്ട്? നോക്കൂ, 11 ബിയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ നോക്കൂ. ഡ്യൂ ടു ദയർ സ്മോളർ സൈസ്. ഫസ്റ്റ് എലമെൻറ്റിന് സൈസ് ചെറുതായിരിക്കും. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ ആൻഡ് ആബ്സെൻസ് ഓഫ് വാക്കൻറ്റ് ഡി ഓർബിറ്റൽ. ഏതൊക്കെയാണ് കാരണങ്ങൾ? സ്മോളർ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ ആൻഡ് ആബ്സെൻസ് ഓഫ് വാക്കൻറ്റ് ഡി ഓർബിറ്റൽസ്. ദെൻ മാർച്ച് 2016 ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. നൈട്രജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ഓക്സിജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പിയേക്കാളും കൂടുതലാണ്. എന്തുകൊണ്ട്? ശ്രദ്ധിക്കുക, നൈട്രജൻ കഴിഞ്ഞിട്ടാണ് ഓക്സിജൻ വരിക. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടുന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നൈട്രജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ഓക്സിജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പിയേക്കാളും ഗ്രേറ്റർ. വൈ? എന്തുകൊണ്ട്? നോക്കൂ, ആൻസറിലേക്ക് വരുമ്പോൾ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7. സോ കോൺഫിഗറേഷൻ 1s2 2s2 2p3. 2p3 എന്ന് പറയുമ്പോൾ പിയിൽ 3 ഇലക്ട്രോൺ, അപ്പോൾ ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ ആണ്. അവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ കൂടുതൽ എനർജി പ്രയോഗിക്കേണ്ടി വരും. അതേസമയം ഓക്സിജൻ ആണെങ്കിലോ അറ്റോമിക് നമ്പർ 8. സോ കോൺഫിഗറേഷൻ 1s2 2s2 2p4. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ എന്തായിട്ട് മാറും? സ്റ്റേബിളായിട്ട് മാറും. അപ്പോൾ സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടിയത് കൊണ്ടാണ് നൈട്രജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ഗ്രേറ്റർ ആയിട്ട് മാറിയത്. 12 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് പീരിയഡ് എലമെൻറ്റ്സ് ഷോ അനോമലസ് ബിഹേവിയർ. സെക്കൻഡ് പീരിയഡ് എലമെൻറ്റുകൾ അനോമലസ് ബിഹേവിയർ, ചില വ്യത്യസ്തമായ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. എന്തുകൊണ്ട്? ആൻസറിലേക്ക് നോക്കാം. ഡ്യൂ ടു ദയർ സ്മോളർ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ ആൻഡ് ആബ്സെൻസ് ഓഫ് വാക്കൻറ്റ് ഡി ഓർബിറ്റൽ. 12 ബി ക്വസ്റ്റ്യൻ. എ ഗ്രൂപ്പ് ഓഫ് അയോൺസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് വൺ പെയർ വിച്ച് ഈസ് നോട്ട് ഐസോ ഇലക്ട്രോണിക്. കുറേ അയോണുകൾ തന്നിട്ടുണ്ട്. അതിൽ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ഒന്ന് Na+, മറ്റൊന്ന് Al3+, പിന്നെ Ca2+, Br-, F-. ഇപ്പം നമുക്കറിയാം Na+ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം 10, Al3+ നമ്പർ ഓഫ് ഇലക്ട്രോൺ 10, കാൽഷ്യം 2+ ഇലക്ട്രോണിൻ്റെ എണ്ണം 18, Br- ഇലക്ട്രോണിൻ്റെ എണ്ണം 81, F- ഇലക്ട്രോണിൻ്റെ എണ്ണം 10. അപ്പോൾ Na+, Al3+, F- ഏതിലാണ് വരിക? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ലാത്തത് ഏതാണ്? കാൽഷ്യം 2+ ആൻഡ് Br-. കാൽഷ്യം 2+ ആൻഡ് Br-.